ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ വെറുതെ വെളിയിലൊക്കെ ഇറങ്ങി കുറച്ച് സമയം നിന്ന് കേട്ടോ. എന്നിട്ട് അകത്തോട്ട് ചെന്നപ്പോഴത്തേക്കും ഉണ്ണിക്കുട്ടനൊന്നും എണീറ്റില്ല. നല്ല ഉറക്കമായിരുന്നു. മാളുവാണെങ്കിൽ ഡെയിലി വ്ലോഗ് പിന്നെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി പീനട്ടൊക്കെ കഴിച്ചേ. നമ്മളെല്ലാവരും കൂടെ പിന്നെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി കേട്ടോ. ഇറങ്ങിയ സമയത്ത് നല്ല രീതിയിൽ മഴയും പെയ്തു. അതുവരെ മഴ പെയ്യണ്ടായിരുന്നു. ആദ്യം ഒരു കൃഷ്ണാമ്പലത്തിലായിരുന്നു പോയത്. അവിടെ ജസ്റ്റ് ഒരു വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു. ചെയ്തതിന് ശേഷം പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ആറ്റുകാലോട്ട് പോകാമെന്ന് കരുതി കേട്ടോ. പിന്നെ ഇവിടുന്ന് ആറ്റുകാൽ ചെന്നു. അവിടെയും കുറേ സമയം തൊഴുതതിനൊക്കെ ശേഷമാണ് വീട്ടിൽ വന്നത്. ഞങ്ങളൊരു 10 മണിയൊക്കെ കഴിഞ്ഞു വീട്ടിലെത്താൻ നേരത്ത്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഞങ്ങളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു അപ്പൂപ്പനും. പിന്നെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചേ. ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഇതാ ഡോമിനോസിൽ നിന്ന് പിസ്സയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ കഴിഞ്ഞ് നൂറിനാട്ടോട്ട് ഏനാത്ത് എത്താറായപ്പോഴത്തേക്കും അവിടെ പുഴുക്കൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ അതൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. അവിടെ കഴിച്ച് കഴിഞ്ഞിറങ്ങിയപ്പോൾ പിന്നെ അവിടെയും ഭയങ്കര മഴ. പിന്നെ മഴയൊക്കെ തോന്നുന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ നേരെ ലഞ്ച് കഴിക്കാനുള്ള പരിപാടി നോക്കി. അമ്മയാണെങ്കിൽ റൈസും ചിക്കനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് പുഴുക്കൊക്കെ വാങ്ങിയത് കൊണ്ട് കൊടുത്തു. അമ്മ അതൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് പിന്നിരുന്ന് തിരുവനന്തപുരത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു മാളും അമ്മയ്ക്ക്. ഗീതാമ്മ മാങ്ങയൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ പൂളി കഴിച്ചു. പിന്നെ നൈറ്റിലേക്കുള്ള ഡിന്നർ ബുൾസൈ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചിട്ടെടുത്ത് കേട്ടോ. ഒരു ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സാൻഡിക്ക് ചോറ് കൊടുക്കാനായിട്ട് ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് അവളെ അഴിച്ച് നേരെ ഇവിടോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അവളാണെങ്കിൽ നനയുകയും ചെയ്തു. അവൾ മഴയാണെങ്കിൽ വെളിയിൽ കിടന്ന് ചാട്ടമാണ്. പിന്നെ ഫിഷ് ഓയിലൊക്കെ എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്തു. ബൈ ബൈ.